ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ്റെ പാർട്ടാണ് കേട്ടോ. ഫൈക്കോളജിയിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ റീപ്രൊഡക്ഷനും അതുപോലെ ലൈഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുമോ? ഇല്ല, നമുക്ക് റീപ്രൊഡക്ഷൻ മാത്രം ഒന്ന് സ്പീഡായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ എന്ന് പറയുന്നത് 3 ടൈപ്പാണ്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ. ഓക്കെ, 3 ഉണ്ട്. അപ്പോൾ ചില എന്താ പറയുക, പത്തറ്റിക് കണ്ടീഷനിൽ അല്ലെങ്കിൽ അഡ്വേഴ്സ് കണ്ടീഷനിൽ ബുദ്ധിമുട്ടാവുന്ന സംഭവങ്ങളിലൊക്കെ അവർ പെരനേഷൻ വഴി എന്താ പറയുക, മറ്റെന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ടു കണ്ടിന്യൂ ദെയർ എക്സിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലേക്ക് പോവാം. ഞാൻ ഇത്ര സ്പീഡാണെങ്കിൽ കൂടി ഞാൻ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫിഷൻ ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ വഴി ചെയ്യാറുണ്ട്, ബഡ്ഡിങ്, പ്രൊപ്പഗ്യൂൾസ്, ഹോർമോഗോണിയ, പ്രോട്ടോണിമ, ട്യൂബേഴ്സ്, ബുൾബിൾസ്, എക്കിനെറ്റ്സ്, മൈലം സ്റ്റാർസ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വഴി ചെയ്യാറുണ്ട്. ഓക്കെ, എക്കിനെറ്റ്സ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ ആണ് കേട്ടോ. സോറി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷൻ എന്താണെന്നറിയാം. എന്താണ്? ഒരൊറ്റ സെല്ല് രണ്ടായിട്ട്, ഒന്നുമില്ലെങ്കിൽ മിയോസിസ് വഴി അല്ലെങ്കിൽ മൈറ്റോസിസ് വഴി ഒരു ബൈനറി ഫിഷൻ അല്ലേ, മിക്കപ്പോഴും മൈറ്റോട്ടിക് ഡിവിഷൻ, അതായത് 2 സെല്ലിലും ഡിപ്ലോയിഡ് അല്ല ഹാപ്ലോയിഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫിഷൻ എന്ന് പറയുന്നത്. മെയിൻലി ബൈനറി ഫിഷനാണ് എപ്പോഴും നടക്കാറുള്ളത്. യൂണിസെല്ലുലർ ഫോംസിലായിരിക്കും കൂടുതൽ. എക്സാമ്പിൾ സം ഡെസ്മിറ്റ്സ്, ഡയറ്റംസ്, പിന്നെ യൂഗ്ലീന, പ്ലൂറോകോക്കസ്, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്താണ്, ബൈനറി ഫിഷനാണ് കൂടുതൽ കാണാറുള്ളത്. ഓക്കെ, അങ്ങനെ രണ്ടായിട്ടുണ്ടായ ഓരോന്നും പുതിയ പുതിയ ആൽഗകളായിട്ട് വളരുന്നു. അങ്ങനെയാണ് ഫിഷൻ വഴി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്താ? ഫിലമെൻറ്റസ് ആൽഗയിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുക. ഫിലമെൻറ്റ് അങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മുറിയുക. ആ ഫ്രാഗ്മെൻറ്റ്സ് പിന്നീട് എന്തായിട്ട് മാറുക, ന്യൂ ഓർഗാനിസം ആയിട്ട് മാറുക. ഫോർ എക്സാമ്പിൾ യൂലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ, പിന്നെ നോസ്റ്റോക്കും അങ്ങനെ തന്നെ. ഓക്കെ, അതുപോലെ ഫിഷന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു ഡയറ്റംസ്, ഡെസ്മിറ്റ്സ്, യൂഗ്ലീന എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഓക്കെ, ഇനി 3ാമത്തെ ആളാണ് ബഡ്ഡിങ്. അതായത് ഇതിൻ്റെ ഒരു പ്ലാൻ ബോഡിയിൽ തന്നെ പുതിയൊരു എന്താ പറയുക, ഒരു മോഡിഫിക്കേഷൻ. ഓക്കെ, ഈ ഫിഷൻ പോലെ തന്നെ ഒരു പുതിയൊരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ബഡ് പോലെ എൻലാർജ്മെൻറ്റ് കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബഡ് ഉണ്ടാവുക. ആ ബഡ് മെച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആവുക, എന്നിട്ട് പുതിയൊരു ആൽഗയായിട്ട് മാറുക. ഓക്കെ, അതാണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ ജെമ്മെ എന്ന് പറയുന്നത് നമ്മുടെ താലസിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഓക്കെ, ആ ജെമ്മെ അല്ലെങ്കിൽ പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്ന സാധനത്തിൽ റിച്ച് ഇൻ ഫുഡ് ആണ്. ഓക്കെ, ഫുഡ് ഒരുപാടായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പാരൻ്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ആൽഗയായിട്ട് വളരും. അത്രേ ഉള്ളൂ. ഇനി ഹോർമോഗോണിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോർമോഗോണിയ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, റൗണ്ടഡ് എൻഡ്സ് ഉള്ള ചെറിയ ചെറിയ പീസസ് ആണ്. ഓക്കെ, കുറച്ച് സെല്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഫിലമെൻ്റ് ഇങ്ങനെ മുറിച്ചാൽ എങ്ങനെ, അതുപോലെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിലമെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെപ്പറേഷൻ ഡിസ്ക് വഴിയാണ്. ഓക്കെ, ഒരു സെപ്പറേഷൻ ഡിസ്ക് അതിൻ്റെ ഇടയിൽ ഫോം ചെയ്തിട്ടാണ് അത് പീസസ് ആയിട്ട് നിൽക്കുന്നത്. ആ ഡിസ്കുകളെ നമ്മൾ നെക്രീഡിയ അല്ലെങ്കിൽ നെക്രീഡിയ എന്നാണ് പറയുക. NECRIDIA. ഓക്കെ, നെക്രീഡിയ എന്നാണ് പറയുക. ഈ സംഭവം എന്ത് ചെയ്യും, പാരൻറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് കൊഴിഞ്ഞു വീഴും. എന്നിട്ടത് ഒരു പുതിയൊരു സബ്സ്ട്രേറ്റയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ സെൽ ഡിവിഷനും കാര്യങ്ങളൊക്കെ നടന്ന് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓസിലറ്റോറിയ, അതുപോലെ നോസ്റ്റോക്ക്. ചില കേസസിൽ, അതായത് ഡ്രൈ സീസണൊക്കെ വരുമ്പോൾ, നല്ല സമ്മർ ഡ്രൈ സീസണൊക്കെ വരുമ്പോൾ ഈ ഹോർമോഗോണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഹോർമോസിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഹോർമോസ്പോറായിട്ടോ, അതായത് എൻസിസ്റ്റഡ് ആയിട്ട് എന്തോ ഒരു ഷെല്ലിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ട് കാണപ്പെടാറുണ്ട് ഫോർ ഇറ്റ്സ് സേഫ്റ്റി. ഓക്കെ,
ഇനി അടുത്തതാണ് പ്രോട്ടോണിമ. പ്രോട്ടോണിമ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറക്റ്റ് ആയിട്ടുള്ള നിവർന്ന ഫിലമെൻറ്റസ് ബ്രാഞ്ചസ് ആണ്. ഇത് എന്ത് ചെയ്യും, അത് ജെർമിനേറ്റിംഗ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്ട്രക്ചർ ജെർമിനേറ്റിംഗ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് ഇതെന്തായിട്ട് മാറും, ന്യൂ പ്ലാന്റ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ കാര. ഓക്കെ, ഇനി ട്യൂബേഴ്സ്, അതായത് ചില ആൽഗയിൽ ഒന്നുമില്ലെങ്കിൽ ലോവർ നോഡ്സിൽ അല്ലെങ്കിൽ റൈസോയിഡ്സിലൊക്കെ ആയിട്ട് ട്യൂബേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ട്യൂബേഴ്സ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുക. ഓക്കെ, അതിനും എക്സാമ്പിൾ കാര തന്നെയാണ്. ഓക്കെ, ഇനി ബുൾബിൽസിനും എക്സാമ്പിൾ കാര തന്നെയാണ്. അപ്പോൾ കാരയിൽ 3 തരത്തിൽ വേണമെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാം അല്ലേ. അപ്പോൾ പ്രോട്ടോണിമയിൽ എങ്ങനെയാണ് പറഞ്ഞത്, ഫിലമെൻ്റസ് സ്ട്രക്ചർ ജെർമിനേറ്റിംഗ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്പോറ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുക. ഓക്കെ, ട്യൂബേഴ്സ് ആണെങ്കിലോ ലോവർ നോഡ്സിലോ റൈസോയിഡ്സിലോ ട്യൂബേഴ്സ് ഉണ്ടാവും, അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുക. ഇനി ബുൾബിൽസ് ആണെങ്കിലോ അത് ചെറിയ ബഡ് ലൈക്ക് സ്ട്രക്ചറാണ്, റൈസോയിഡ്സിൽ ഉണ്ടാവുന്ന ബഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. ഓക്കെ, ഇത് 3ഉം കാര എന്ന ആൽഗൽ സ്പീഷിയിൽ കാണാറുണ്ട്. ഓക്കെ, ഇനി അമൈലം സ്റ്റാർസ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി സ്റ്റാർ ഷേപ്പ്ഡ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഓക്കെ, സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മുടെ കാരയുടെ നോഡ്സിൽ കാണപ്പെടുന്ന സാധനമാണ് കേട്ടോ. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൈലം സ്റ്റാർച്ച് ഒരുപാട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫുഡ് റിസോഴ്സ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തായിട്ട് മാറാം, ഒരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറാം. അപ്പോൾ അത് പാരൻറ്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അതിലെന്തൊക്കെ പറഞ്ഞു, ഫിഷൻ പറഞ്ഞു, ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ ജെമ്മെ, ഹോർമോഗോണിയ, പ്രോട്ടോണിമ, ട്യൂബേഴ്സ്, ബുൾബിൽസ്, അമൈലം സ്റ്റാർസ്. അമൈലം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ രണ്ടല്ല, അമൈലം സ്റ്റാർസ്. ഓക്കെ, രണ്ടും ഒന്നാണ്. ഇനി നമുക്ക് നേരെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോവാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് മെയിൻലി ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പോർ. ഓക്കെ, സ്പോർസ് സ്പൊറാഞ്ചിയയിൽ ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സ്പോർസ് പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ തിയറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോർസിൽ എക്സാമ്പിളായിട്ട് നമുക്ക് അല്ലെങ്കിൽ കോമൺ ടൈപ്പായിട്ട് വരാറുള്ളത് സൂസ്പോർസ്, അപ്ലാനോസ്പോർസ്, ഓട്ടോസ്പോർസ്, ഓക്സോസ്പോർസ്, ഹിപ്നോസ്പോർസ്, എക്സോസ്പോർസ്, എൻഡോസ്പോർസ്, കാർപ്പോസ്പോർസ്, മോണോസ്പോർസ്, ടെട്രാസ്പോർസ് ആൻഡ് പാരാസ്പോർസ്. ഓക്കെ, ഇനി ഇതിൽ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ സൂസ്പോർസ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും നോൺ മോട്ടൈലാണ്. സൂസ്പോർസിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ബാക്കി ആർക്കും അത് പറ്റൂല, വെച്ചോടത്തിരിക്കണ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് സൂസ്പോർസ് എങ്ങനെയാണെന്ന് പറയാം. സൂസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിൻ വാൾഡ് ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ പൊക്കോളും അല്ലേ. മോട്ടൈലായിട്ടുള്ള സ്പോറാണ്. മോട്ടിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അതിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം, കാല് വേണം അല്ലേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബൈ ഫ്ലജല്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടി ഫ്ലജല്ലേറ്റ് ആയിരിക്കും ഈ സൂസ്പോർസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ തിൻ വാൾഡാണ്, അതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഫ്ലജല്ല കാണപ്പെടാറുണ്ട്. അതിൻ്റെ ആ ഒരു ഫേവറബിൾ സീസൺ വരുമ്പോഴാണ് ഈ സൂസ്പോർസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഈഡഗോണിയം, ക്ലാഡോഫോറ, യൂലോത്രിക്സ്, വൗച്ചേറിയ. ഓക്കെ, ഈ അപ്ലാനോസ്പോർസും എങ്ങനെയാണ്, തിൻ വാൾഡ് തന്നെയാണ്. ഓക്കെ, അതിന് എന്താ പറയുക, യൂണി ന്യൂക്ലിയേറ്റ് ആണ്. അറിയാലോ, യൂണി സെല്ലുലാറാണ്. അപ്പോൾ ഒറ്റ ന്യൂക്ലിയസ് തന്നെ ഉള്ളൂ, ബാക്കി ആർക്കും മൂവ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് ഫ്ലജല്ലിയും കാര്യങ്ങളൊന്നുമില്ല, നോൺ മോട്ടൈലാണെന്നും പറയാം. അതും ഫേവറബിൾ കണ്ടീഷൻ. എല്ലാവർക്കും അതൊരു പ്രത്യേകതയാണ്, എല്ലാവരും ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് അതിന് ഫേവറബിളായിട്ട് അപ്ലാനോസ്പോർസ് ഉണ്ടാവാനുള്ള ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമാണ്
പ്ലാനോസ്പോർസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് ഈ അപ്ലാനോസ്പോർസ് ഉണ്ടാവുന്നത്. സൂസ്പോർസ് മെയിൻലി എപ്പോഴും ഏതൊരു കണ്ടീഷനിലും ഉണ്ടാവാൻ പറ്റുന്ന ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അപ്ലാനോസ്പോർസിന് എക്സാമ്പിൾ യൂലോത്രിക്സിലും അതുപോലെ സിഗ്നീമ, അതുപോലെ സ്പൈറോഗൈറ, ക്ലാമൈഡോമോണാസ് ഒക്കെ അപ്ലാനോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗൽ സ്പീഷീസാണ്. ഓക്കെ, ഇനി നമുക്ക് എക്കിനെറ്റ്സ് നോക്കാം. എക്കിനെറ്റ്സും എന്ത് തന്നെയാണ്? നോൺ മോട്ടൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്കിനെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചില ഒരു ഡ്രൈ സീസണൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു താലസിനകത്തെ സെല്ലിലെ വാട്ടറെല്ലാം നഷ്ടപ്പെട്ട് ഇതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത്, അതായത് അങ്ങനെ ചുരുങ്ങിയിട്ട് കോൺട്രാക്റ്റ് ചെയ്തിട്ട് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ട് മാറും നമ്മുടെ ഈ ഒരു സെല്ല്. അപ്പോൾ അങ്ങനെ അത്രയും ഷ്രിങ്ക് ആകുമ്പോൾ ഇതിൻ്റെ സെൽ വാൾ ഉണ്ടല്ലോ, സെൽ വാൾ ഭയങ്കര തിക്കായിട്ട് അതുപോലെ റെസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് ഹാർഡൊക്കെ ആയിട്ട് ഇരിക്കും. അതിനകത്ത് എന്തുണ്ടായിരിക്കും? റിസർവ് ഫുഡിൽ സമ്പന്നരായിരിക്കും. ഓക്കെ, അതിനകത്ത് ഒരുപാട് റിസർവ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് സെൽ, ഇതുപോലെ സ്പെഷ്യലി മോഡിഫൈഡ് വെജിറ്റേറ്റീവ് സെൽസിനെയാണ് നമ്മൾ എക്കിനെറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് ഇതിങ്ങനെ ഉണ്ടാവുക. അറിയാലോ, ഡ്രൈ സീസൺ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പോകുന്നതാണ് അല്ലേ. അപ്പോൾ തിരിച്ച് ഫേവറബിൾ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥ വരുമ്പോൾ അവർ തിരിച്ച് അതുപോലെ വരണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അസെക്ഷൽ സ്പോർസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഡയറക്റ്റ്ലി ജെർമിനേറ്റ് ടു ന്യൂ പ്ലാന്റ്സ്. ഓക്കെ, ഇതാണ് എക്കിനെറ്റ്സിൻ്റെ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോസ്പോർസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓട്ടോസ്പോർസും തിൻ വാൾഡാണ്. ഓക്കെ, തിൻ വാൾഡാണ്. അതിന് വാളുണ്ട്, പക്ഷേ തിൻ വാൾഡാണ്. അറിയാം, നമുക്ക് നോൺ മോട്ടൈലാണെന്ന് അറിയാം. സൂസ്പോർ മാത്രമാണ് മോട്ടൈലായിട്ടുള്ളത്. യൂണിസെല്ലുലാർ ആൽഗകളാണ് ഈ ഓട്ടോസ്പോർസ് ഉണ്ടാക്കുന്നത് കേട്ടോ, യൂണിസെല്ലുലാർ ആൽഗകൾ. അതുപോലെ ഇതിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്കാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് പാരൻ്റ് സെല്ലിനെ പോലെ തന്നെയുള്ള ഡോട്ടർ ആൽഗകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നമുക്കല്ല, അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഓട്ടോസ്പോർസ് വഴി. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ക്ലോറല്ല. ഓക്കെ, അപ്പോൾ ഓട്ടോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്പീഷിയാണ് ക്ലോറല്ല. ഓക്കെ, നെക്സ്റ്റ് ഓക്സോസ്പോർസ് ആണ്. ഇനി ഓക്സോസ്പോർസ് ആണ്. ഓക്സോസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ഡയറ്റംസിനെയാണ് നമ്മൾ ഓക്സോസ്പോർസ് എന്ന് പറയുന്നത്. നേക്കഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് സെൽവാളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഡയറ്റംസിൻ്റെ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റിനെയാണ് നമ്മൾ ഓക്സോസ്പോർസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ സിലിക്കസ് ആയിട്ടുള്ള ഒരു സെൽവാൾ ഉണ്ടല്ലോ ഡയറ്റംസിൻ്റെ. അപ്പോൾ സിലിക്കസ് ആയിട്ടുള്ള ആ ഒരു സെൽവാൾ ഉണ്ടാവുന്നതിന് മുമ്പ്, ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ അത്തരം പ്രോട്ടോപ്ലാസ്റ്റുകളെയാണ് നമ്മൾ ഓക്സോസ്പോർ സ്റ്റേജ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതുണ്ടാവുന്നത് സീരീസ് ഓഫ് സെൽ ഡിവിഷന് ശേഷമാണ്. ഓക്കെ, ഒരുപാട് സെൽ ഡിവിഷൻ്റെ കാര്യങ്ങളുടെയൊക്കെ ശേഷമാണ് ഈ ഒരു ഓക്സോസ്പോറിക് സ്റ്റേജ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് 6th വണ്ണാണ് ഹിപ്നോസ്പോർസ്. ഹിപ്നോസ്പോർസ് എന്താണ്? യൂണിസെല്ലുലാറാണ്, ഒറ്റ സെല്ലേ ഉള്ളൂ, ഒറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. ഓക്കെ, യൂണിസെല്ലുലാറാണ്, യൂണിന്യൂക്ലിയേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിരിക്കും. ഓക്കെ, തിന്നല്ല, തിക്കായിട്ടുള്ള വാളായിരിക്കും ഹിപ്നോസ്പോർസിന് ഉണ്ടാവുക. മൂവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്, നോൺ മോട്ടൈലാണ്. ഇതും ഉണ്ടാവുക എപ്പോഴാണ്? അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലാമൈഡോമോണാസ്, യൂലോത്രിക്സ്, വൗച്ചേറിയ, പീഡിയാസ്ട്രം. ഓക്കെ, ഇത്രയും ഓർഗാനിസത്തിൽ ഈ ഒരു ഹിപ്നോസ്പോർ ഫോർമേഷൻ എന്നൊരു സ്റ്റേജ് കാണാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ 7th വണ്ണാണ് എക്സോസ്പോർസ്. എക്സോസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നേക്കഡ് അപ്ലാനോസ്പോർസ് ആണ്. നമുക്കറിയാം അപ്ലാനോസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനൊരു വാളുണ്ട് അല്ലേ, പക്ഷേ വാളില്ലാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് അപ്ലാനോസ്പോറിനെയാണ് നമ്മൾ എക്സോസ്പോർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എക്സോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പുറത്ത് അല്ലേ, പുറത്ത് എന്നൊരർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പേരിൻ്റെ കാരണമായിട്ട് ഫോംഡ് എക്സ്റ്റേണലി ബൈ പിഞ്ചിങ് ഓഫ് എക്സ്പോസ്ഡ് പ്രോട്ടോപ്ലാസ്റ്റ്.
അതായത് എന്താ പറയുക, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആണ് അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് എക്സോസ്പോർസ് എന്ന പേര് വന്നത്. ഇനി അതുപോലെ എൻഡോസ്പോർസ് ഉണ്ട്. ഓക്കെ, എൻഡോസ്പോർസ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, എങ്ങനെയായിരിക്കും? പ്രോട്ടോപ്ലാസ്റ്റിനകത്തേക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫോംഡ് വിത്തിൻ സെൽസ് ബൈ ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദി പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ആ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ, ആ ഒരു കട്ടിങ്ങിന് ശേഷം ഉള്ളിലേക്ക്, സെല്ലിൻ്റെ അകത്തേക്ക് ഉണ്ടാവുന്ന സ്പോറുകളാണ് എൻഡോസ്പോർ. അതും എങ്ങനെ തന്നെയാണ്? നെയ്ക്കഡാണ്, ഫ്ലജല്ല ഇല്ല, നോൺ മോട്ടൈലാണ്. ഓക്കെ, അനങ്ങാൻ പറ്റൂലല്ലോ, അപ്പോൾ സൂസ്പോർസിന് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി നമുക്ക് കാർപ്പോസ്പോർസ് ഉണ്ട്. എന്താണ് കാർപ്പോസ്പോർസ്? കാർപ്പോസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കാർപ്പോസ്പൊറാഞ്ചിയത്തിൽ ഫോം ചെയ്യുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസിനെയാണ് നമ്മൾ കാർപ്പോസ്പോർസ് എന്ന് പറയുക. ഈ ഹാപ്ലോയിഡോ അല്ലെങ്കിൽ ഡിപ്ലോയിഡോ പറഞ്ഞില്ലേ, ഹാപ്ലോയിഡ് ഉണ്ടാകുന്നത് മിയോസിസ് വഴിയും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാകുന്നത് മൈറ്റോസിസ് വഴിയുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാപ്ലോയിഡായിട്ട് നമ്മുടെ ഈ ഒരു ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടായതിന് ശേഷം അത് നേരിട്ട് ജെർമിനേറ്റ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ ഈ ഡിപ്ലോയിഡ് സ്പോർസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോം ആയിട്ടുള്ള പോളിസൈഫോണിയ പോലെയുള്ള ഫോംസിലൊക്കെയാണ് മൈറ്റോസിസ് വഴി ഡിപ്ലോയിഡ് സ്പോർസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ടെട്രാസ്പോറോഫൈറ്റ്സ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർപ്പോസ്പോർസ്. ഇനി മോണോസ്പോർസ് എന്താ, ടെട്രോസ്പോർസ് എന്താ, പാരാസ്പോർസ് എന്താ? ഏകദേശം എല്ലാം ഒരുപോലെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മോണോസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും അനങ്ങാൻ പറ്റൂല, ഫ്ലജല്ല ഇല്ല, ഒറ്റ സെല്ലേ ഉള്ളൂ, ഒറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. ഓക്കെ, മോണോസ്പോർ. ഓക്കെ, പക്ഷെ അത് ഉണ്ടാവുന്നത് മോണോസ്പൊറാഞ്ചിയയിലായിരിക്കും. സെയിം നമ്പർ ഓഫ് ക്രോമസോം നമ്പർ ആസ് ദാറ്റ് ഓഫ് പാരൻറ്റ് ബോഡിക്കുള്ള അതേ ക്രോമസോം നമ്പർ ആയിരിക്കും മോണോസ്പോർസിന് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൈറ്റോസിസ് വഴിയാണ് ഈ മോണോസ്പോർസ് ഉണ്ടാവുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ജെർമിനേറ്റ് ചെയ്തിട്ട് പാരൻറ്റിനെ പോലെ തന്നെയുള്ളൊരു ഐഡൻറ്റിക്കൽ പ്ലാന്റായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി ടെട്രാസ്പോർസും എങ്ങനെ തന്നെയാണ്? അനങ്ങാൻ പറ്റൂല, ഫ്ലജല്ല ഇല്ല, ഒറ്റ ന്യൂക്ലിയസ് ഒക്കെ ഉള്ള അങ്ങനത്തെ സ്പോറാണ്. ടെട്രാസ്പൊറാഞ്ചിയലാണ് ഉണ്ടാവുക. ഓക്കെ, ടെട്രാസ്പൊറാഞ്ചിയൽ മിയോസിസ് വഴിയാണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ മൈറ്റോസിസ് വഴി ഉണ്ടാവാറുണ്ട്. അപ്പോൾ മിയോസിസ് വഴിയാണെന്നുണ്ടെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും, മൈറ്റോസിസ് വഴിയാണെങ്കിൽ ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഹാപ്ലോയിഡായിട്ടും ഡിപ്ലോയിഡായിട്ടും ടെട്രാസ്പോർസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇത് ടെട്രാഹെഡ്രൽ മാനറിലാണ് ടെട്രാസ്പൊറാഞ്ചിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, 4 എണ്ണമായിട്ട്. ഓക്കെ, 4 എണ്ണം ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച പോലെ, 3 എണ്ണത്തിന് താഴെ 1 മുകളിൽ അങ്ങനെയൊക്കെ വെച്ച പോലെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ടെട്രാസ്പോറിൻ്റെ അറേഞ്ച്മെൻറ്റ്. എന്തിൻ്റെ അകത്ത്? ടെട്രാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് പാരാസ്പോർസും കൂടി പറഞ്ഞിട്ട് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയാം അല്ലേ? അപ്പോൾ പാരാസ്പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറാണ്. ഇതും ടെട്രാസ്പോറോഫൈറ്റിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. റോഡോഫൈസി എന്നുള്ള ടീമിൽ റോഡോഫൈറ്റ എന്നുള്ള ക്ലാസ്സിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഇത് പുതിയൊരു ടെട്രാസ്പോറോഫൈറ്റായിട്ട് ഡെവലപ്പ് ചെയ്യും പാരാസ്പോർസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? സൂസ്പോർസ്, അപ്ലാനോസ്പോർസ്, എക്കിനെറ്റ്സ്, ഓട്ടോസ്പോർസ്, ഓക്സോസ്പോർസ്, ഹിപ്നോസ്പോർസ്, എക്സോസ്പോർസ്, എൻഡോസ്പോർസ്, കാർപ്പോസ്പോർസ്, മോണോസ്പോർസ്, ടെട്രാസ്പോർസ്, പാരാസ്പോർസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മളപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് പിന്നാലെ ലൈഫ് സൈക്കിളും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, അപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയാലോ. അപ്പോൾ ലൈക്ക് ചെയ്തോളൂ. ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇഷ്ടമായി ഞാൻ ഇനി എന്തെങ്കിലും
എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.